രണ്ടാമത്തെ പേരായപ്പോഴേക്കാണ് കെട്ടിയോന്റെ സ്വഭാവം മനസ്സിലായെന്ന് പറഞ്ഞില്ലേ. നീ ഭാഗ്യവതിയാ. 30 വർഷമായിട്ട് പോലും ഈ ബിരിയാണിക്കാരുടെ സ്വഭാവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചേട്ടൻ ചോറ് വെച്ച് 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 ബുദ്ധി മൊത്തം നന്നായിട്ട് അങ്ങ് കറുത്ത്. അപ്പൊ ഇവരെന്നോട് ചോദിക്കും, ചേച്ചി ചേച്ചി ഇതാണോ ഈ കരിപുരുണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത്? മൂപ്പര് നാട്ടിൽ അറിയപ്പെടുന്നൊരു ഹെന്നാണ് കേട്ടോ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? കോഴി. തലയിൽ കിളി പോയ ഞാനോ തറയിൽ വീട്ടുകാരൻ ഡോക്ടർ സണ്ണി ഉണർന്നെന്നെ വന്നു കിണ്ണി. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. സ്റ്റാൻഡപ്പ് കോമഡി ഇസ് ദ ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയാം. കാരണം നമ്മുടെ ഷോയിൽ തന്നെ കൊച്ചു കുട്ടികൾ മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാർ വരെ 2-3 വട്ടം സ്റ്റാൻഡപ്പ് കോമഡി പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ സ്റ്റാൻഡപ്പ് കോമഡിക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടി വരുന്നു, കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. വൺസ് അപ്പോൺ എ ടൈം തന്നെ കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി, രചന നാരായണൻകുട്ടി. കഥയില്ലാണ്ട് എന്റെ ഫൺസ് അപ്പോൺ എ ടൈം അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമ്മുടെ സ്വന്തം താത്ത ഫ്രോ മാക്സിനെ വെൽക്കം ചെയ്യാം. താത്ത ഫ്രോ മാക്സ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കുന്നു സുശീല PK ആൻഡ് ഇന്ദു. സ്വാഗതം. സ്വാഗതം. എവിടുന്ന് വരുന്നു? ഞാന് ചങ്ങരംകുളം മുക്കുതല എന്ന ഗ്രാമത്തിൽ നിന്ന് ചേച്ചി ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. കൊറേ നാളായോ ചെയ്യാൻ തുടങ്ങിയിട്ട്? മിമിക്രി ചെയ്യാൻ തുടങ്ങി? ചെറുപ്പം മുതൽക്കുള്ള ഒരു കലാവാസനയും പിന്നെ ഇങ്ങനെ കുറച്ച് സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് ഇങ്ങനെ. ഓ കുടുംബശ്രീയിലെ ഇങ്ങനെ കേറിപ്പോയി. പൊതുവേ ചേച്ചി ഇങ്ങനെയാണോ? ഓ അതെ അതെ നല്ലതാണ്. കുറച്ച് ചാക്യാർ കൂത്തൊക്കെ അറിയേ, അപ്പൊ അതിൻ്റെതായ ഒരു അങ്ങനെ ചാക്യാർ കൂത്തും പഠിച്ചിട്ടുണ്ട്. ഓ റണ്ടണ്ടണ്ടണ്ടണ്ട. ഇന്ദുടെ പുതിയ വിശേഷങ്ങൾ എന്താ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. മിമിക്രി 2 ശബ്ദം എടുത്തിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. എന്റെ ചോദ്യം അതല്ല, നിങ്ങളുടെ സ്റ്റാൻഡപ്പ് കോമഡി വല്ലതും ഉണ്ടോ? എന്നാ പിന്നെ അതിലോട്ട് പോകുന്നതിനെ പറ്റി അഭിപ്രായം ഉണ്ടോ? അല്ലെ ഇനി ഇന്ദു ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തു തുടങ്ങും. എന്തെങ്കിലും എടുക്കാനുണ്ടോ? 1-2 കാര്യം പറയാനുണ്ട്. എന്റെ നൂഡിൽസ് മുടിയെ തേപ്പോട്ടി വെച്ച് തേച്ച് നൂത്താൻ നമ്മുടെ കാവ്യം ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ സ്റ്റാൻഡപ്പിന്റെ ഇടയിൽ സമയം തയ്ക്കാൻ 4 പാട്ട് കയറ്റുന്ന പുള്ളിക്കാരത്തി, അവളാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞല്ലേ, തിരിച്ചിറക്കൂല. പിന്നെ ഹെയർ ചെയ്ത് തന്നെ വാണി ജയറാം ഇവിടെ ഉണ്ട്, പുള്ളിക്കാരത്തിയാണെന്ന് പറയാൻ പറഞ്ഞു. ഇല്ല, ഇത് 2 കൂടി എന്നെ അങ്ങോട്ട് ഇറക്കൂല. ഓക്കെ, അടിപൊളി. നേരം പറയാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ പറയട്ടെ കഥ. തമ്പുരാനെ കൊല്ലാനുള്ള ദൗത്യവുമായിട്ടാണ് അയാൾ കൊട്ടാരത്തിലെത്തുന്നത്. ഇടയ്ക്കിടെ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന തമ്പുരാട്ടി അയാളെ ഉണ്ണിയായി തെറ്റിദ്ധരിച്ചു. കൊട്ടാരത്തിൽ വന്ന സംഗീത സാമ്രാട്ടിനെ പാടി തോൽപ്പിച്ച അയാൾക്ക് തമ്പുരാൻ തൻ്റെ മോതിരം സമ്മാനമായിട്ട് നൽകി. ആ മോതിരം ഇട്ടതോടുകൂടി നായകൻ പെണ്ണായി മാറുന്നു. അതേസമയം മറ്റൊരു സ്ഥലത്ത് മോതിരമിട്ട ഒരു പെൺകുട്ടി ആണായി മാറുന്നു. മോതിരം പരസ്പരം മാറിയിട്ടാൽ മാത്രമേ പഴയതുപോലെ ആകാൻ പറ്റൂ എന്ന് ലൈബ്രറിയൻ പറഞ്ഞു കൊടുക്കുന്നു.
അങ്ങനെ മോതിരം കണ്ടെത്തി പരസ്പരം മാറിയിടാൻ തീരുമാനിക്കുന്നു. എന്നാൽ അയാൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ചടങ്ങ് ലളിതമായിരിക്കണം. ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, പിന്നെ ഒരു നാരങ്ങാ വെള്ളവും. എന്നാൽ എതിർപക്ഷക്കാരനായ നായകന്റെ അനിയന് ഇതിഷ്ടമായില്ല. അവർ തമ്മിൽ വഴക്കാവുന്നു. പോളണ്ടിനെ പറ്റി ഒരക്ഷരം നീ മിണ്ടരുത് എന്ന് വരെ അയാൾക്കൊടുവിൽ പറയേണ്ടി വന്നു. താത്തയും ഇനി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനി നിങ്ങൾ പറ, ഏതാ സിനിമകൾ? നിങ്ങൾ പറ. സിനിമയ്ക്ക് അത്ര സിനിമ അങ്ങനെ കാണാറില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞുതരാം. ഇന്ദുവിന് പറ്റും. അതെ. ആ ഒരെണ്ണം ഹിസൈനസ് അബ്ദുള്ള, ഹിസൈനസ് അബ്ദുള്ള. കൈയടിക്കാം. ആ, രണ്ടാമത്തത് അനിസറുടെ ഫിലിമാണ്, പേരറിഞ്ഞൂടാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നാ മൂന്നാമത്തെ പറ. ആ മൂന്നാമത്തെ പറ. അത് അറിഞ്ഞൂടാ. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം അറിയാം, ജയറാമേട്ടന്റെയും അതെ, ശ്രീനിവാസന്റെ ആണ്, പക്ഷേ പേരറിഞ്ഞൂടാ. നല്ലൊരു സന്ദേശമുള്ള സിനിമയാണ്. സന്ദേശം. ശരി, എന്നാ ആ മൂന്നാമത്തെ സിനിമ ഏതാ നമ്മുടെ ഓഡിയൻസ് പറയട്ടെ. ഓഡിയൻസ് പറയട്ടെ. യെസ്, ഇതിഹാസം. കറക്റ്റ് ആണ്. ഇതിഹാസം കറക്റ്റ് എന്താ ആണ്. പേരെന്താ? അഭിനവ്. അഭിനവ്. എന്ത് ചെയ്യുന്നു? ഞാൻ +1 ഈ അസോസിയേഷൻ, ഈ റെസിഡൻസ് അസോസിയേഷനിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അംഗമാണ്. ഒരംഗമാണ്. അംഗം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് എന്തൊക്കെ ചെയ്തു? ഫുഡ് കഴിച്ചു. വേറൊന്നും ചെയ്തില്ല. ഒരു അച്ഛൻ കമ്മിറ്റിക്കാരനാണ്. അച്ഛൻ മൈക്ക് മേടിച്ച്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഈ അച്ഛൻ അസോസിയേഷൻ? ഞങ്ങളുടെയൊക്കെ ഒരു അധികാരിയായിരുന്നു. എന്ത് അധികാരമായിരുന്നു? ആ വില്ലേജ് അല്ല, പഞ്ചായത്ത് സെക്രട്ടറി. ഓ ശരി. കീഴ്മാട് പഞ്ചായത്ത് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ അസോസിയേഷനിലെ അസോസിയേഷൻ നന്നായിട്ട് പോകുന്നു. അടിവഴക്ക് അങ്ങനെ അടിവഴക്കൊന്നുമില്ല. വളരെ ശാന്തമായൊരു അസോസിയേഷനാണ്. എത്ര കുടുംബങ്ങളുണ്ട്? 90 കുടുംബങ്ങളുണ്ട്. ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്, പ്രേംകുമാർ. നമസ്കാരം ചേട്ടാ. അപ്പം ഇത് ഞങ്ങൾ റെസിഡന്റ് അസോസിയേഷൻ തുടങ്ങാൻ ഒരു പ്ലാൻ ചെയ്തു. അതെല്ലാം ഞങ്ങൾ ഇനാഗ്രേഷൻ ചെയ്തു. ആ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തു, എല്ലാവരും സംഘടിച്ചു. ആ സമയത്ത് വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ആയിരിക്കുന്നത്. ആരെയും വെറുതെ വിട്ടില്ല. ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ എല്ലാരോടും. അല്ല, അദ്ദേഹത്തിന്റെ അമ്മാവൻ ഇതാണ് രാമപിഷാരടി. അപ്പം പുള്ളിയുടെ ഓൺ റിക്വസ്റ്റിലാണ് ഇദ്ദേഹം വന്ന് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു വന്നു, ഇനാഗ്രേറ്റ് ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ വേണം. വീടിന്റെ അടുത്ത് കിടന്ന് വെച്ച് എന്നെ വിളിച്ചില്ല. അപ്പൊ ഇന്ദുവാണ് ഇന്ന് ആദ്യം മത്സരിക്കുന്നത്. ഇന്ദു, ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് ഇന്ദു. കശുവണ്ടിയുടെ സ്വന്തം നാടായ കൊല്ലത്തുനിന്ന് വരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാ, പക്ഷെ മറന്നുപോയതുകൊണ്ട് അടുത്ത തവണ കൊണ്ടുതരാം കേട്ടോ. സത്യം പറഞ്ഞാലേ ഇപ്പോഴത്തെ ഈ ന്യൂജൻ പിള്ളേർക്ക് കശുവണ്ടി എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. അവർ ഭയങ്കര സ്റ്റൈലിൽ ക്യാഷ്യൂനട്ട് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ കശുവണ്ടിക്ക് ആ പേര് കൊടുത്തത് ഞങ്ങൾ കൊല്ലംകാരാണ് കേട്ടോ. ആ കഥ എന്താണെന്നറിയോ? ആർക്കും അറിയില്ല? എന്നാൽ പിന്നെ കഥ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ ബാക്കി. പണ്ടുണ്ടല്ലോ, എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ അമ്മൂമ്മ ഈ കൊട്ടയിലൊക്കെ കശുവണ്ടിയായിട്ട് വഴിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു സായിപ്പും മദാമ്മയും കൂടെ അതുവഴി പോയപ്പോൾ ചോദിച്ചു, കശുവണ്ടി കണ്ടിട്ട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന്. അപ്പോൾ ആ അമ്മ പറഞ്ഞു കാശിനെട്ടെന്ന്. വീണ്ടും ചോദിച്ചു സായിപ്പ്, എന്താ? കാശിനെട്ട്, അതായത് ക്യാഷ്നട്ട്. അങ്ങനെയാണ് ക്യാഷ്നട്ട് എന്ന പേര് വന്നത്. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും ഇത് ഞങ്ങളല്ല, ഫ്രഞ്ചിൻ്റെ വാക്കാണ്, ജപ്പാൻ്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കണ്ട. കഥയിൽ ചോദ്യമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയ്യോ, ഞാൻ എൻ്റെ കെട്ടിയവനെ കുറിച്ച് നല്ല 2 വാക്ക് പറയാൻ വന്നതാ. നിങ്ങൾ എന്നെ കൊണ്ട് ഇപ്പോൾ കശുവണ്ടിയുടെ കഥയും പറയിപ്പിച്ച് ഇവിടെ നിർത്തിയേക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കെട്ടിയവനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ നാട്ടുകാരുടെ പ്രോത്സാഹനത്തെക്കുറിച്ച് 2 വാക്ക്. എൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കമാന്നൊരക്ഷരം പറയൂല. എൻ്റെ തലവെട്ട എവിടെ കണ്ടാലും അപ്പം ചോദിക്കും, എന്നാ കൊച്ചേ ഇനി പോകുന്നത്? ഞാൻ വിചാരിക്കും എന്നാ ഇനി പോകുന്നത്? അല്ല, ഞാനെന്ത് ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് തിരിച്ചു വന്നിക്കുന്ന? ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരുടെ പ്രോത്സാഹനം. ഇനി എൻ്റെ കെട്ടിയവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഞങ്ങളുടെ പ്രണയം തൊട്ട് പറഞ്ഞു തുടങ്ങണം. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒട്ടും ഭാഗ്യമില്ല. എൻ്റെത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചമ്മി പോയല്ലേ? വിഷമിക്കേണ്ട, ഈ സ്റ്റാൻഡപ്പ് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്തിട്ട് ഞാനും ചമ്മും, അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാം. അപ്പോൾ പിന്നെ എന്തായാലും പ്രണയമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണ് കാണലോട്ട് നമുക്ക് തുടങ്ങാം.
ഈ പുള്ളിക്കാരനുണ്ടല്ലോ പെണ്ണ് കാണാൻ വരുമെന്ന് ബ്രോക്കർ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണ്. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഭയങ്കര സെറ്റപ്പായിട്ട് ഒരുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോക്കർ വിളിച്ചിട്ട് പറയുന്നത് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന്. ഞാനാണെങ്കിലോ കോളേജിൽ പോകുന്നതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കുളിക്കത്തുള്ളൂ. ശനി ഞായർ ഞാൻ കുളിക്കത്തേ ഇല്ല. ഈ പുള്ളി വരുന്നതാ ഞായറാഴ്ച വൈകിട്ടെന്ന്. ഏകദേശം എന്നെ കാണാൻ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയിലെ നമ്മുടെ രേവതി ചേച്ചിയുടെ ആ ഒരു ലുക്കിൽ ഞാൻ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ബ്രോക്കർ വിളിച്ചിട്ട് പറയാം, ആ പയ്യൻ വരുന്നുണ്ട്, റെഡിയാവാൻ. കുളിക്കാൻ താല്പര്യമില്ല, എന്നാലും ഞാൻ വിചാരിച്ച മനസ്സോടെ 2 കപ്പ് വെള്ളം ഒഴിക്കാന്ന് വെച്ച് പോയി. 1 കപ്പ് എടുത്ത് ഒഴിച്ചില്ല, അപ്പോഴേ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് വിളിച്ച്. പിന്നെ തലയൊക്കെ തുടച്ചിട്ട് ഞാനിങ്ങനെ കയറി വന്ന്. അപ്പം അമ്മ, മോളെ ചായം കൂടെ എടുത്തോണ്ട് വാ. ഈ അമ്മയ്ക്ക് അറിയാം എനിക്ക് ചായ കുടിക്കാൻ മാത്രമേ അറിയൂ, ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചത് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നു. ഉണങ്ങി ചുക്കടിച്ച് കിടന്ന ഒരു നാരങ്ങ കിട്ടി. ഞാനത് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ പഞ്ചസാരയാണോ അതോ ഉപ്പാണോ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും അതിനകത്ത് ഇടാൻ നിന്നില്ല. നേരെ ഇതങ്ങ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വട്ടം വരച്ചു. ആ പുള്ളി എന്നെ നോക്കിക്കൊണ്ട് അത് കുടിച്ചു. എന്നെ നോക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഉപ്പ് അറിഞ്ഞില്ല, പഞ്ചസാര ഉണ്ടോ ഒന്നും അറിഞ്ഞില്ല. നല്ല അമൃത് കുടിക്കുന്നത് പോലെ അതങ്ങ് വിഴുങ്ങി. എന്നെ ഒരു കുറ്റവും പറഞ്ഞില്ല. അതോടെ ഞാൻ തീരുമാനിച്ചു ഈ പുള്ളിക്കാരനെ തന്നെ കെട്ടത്തോളന്ന്. നമ്മൾ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ പറയുമ്പോഴേ നിങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഏത് ഭാര്യമാർ വന്നാലും ഭർത്താവിനെ കുറ്റം പറയാണ്ട് പോവില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. എൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണ്. ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനെന്ന്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം പിന്നെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു. പുള്ളിക്കാരന് ഫോൺ നമ്പർ കൊടുത്തു. പുള്ളി എന്നെ വിളിച്ചു ആദ്യമായിട്ട്. ഹലോ ചേട്ടാ, ഇന്ദു, എനിക്ക് ഇന്താടും ജോലി, ഇത്രയാണ് എൻ്റെ ശമ്പളം, അതിലൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനൊക്കെ പറ്റുമോ? ഭയങ്കര റൊമാൻസ് പ്രതീക്ഷിച്ചിരുന്ന എന്നോട് ഈ പുള്ളി ഇതാണ് ചോദിച്ചത്. അതോടെ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഏത് കയ്യിലിട്ട മോതിരം. അമ്മ ഇത് നടക്കൂല, ഇവിടെ സെറ്റ് ആവൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ കോംപ്രമൈസ് ചെയ്യാൻ വരും, ഭയങ്കര റൊമാൻസിൽ ഡയലോഗൊക്കെ പറയുമെന്ന്. ഒന്നും ഉണ്ടായില്ല. പുള്ളിയുടെ അമ്മ വന്ന്, പുള്ളിക്കാരത്തിയായിരുന്നു, ഞാനുമായിട്ട് റൊമാൻസ് വന്നു. മോളെ ചക്കരെ തേനെ പാലേന്നൊക്കെ വിളിച്ച് അമ്മ വീണ്ടും സെറ്റാക്കി 2 ഉമ്മയൊക്കെ തന്നു. വീണ്ടും മോതിരം എടുത്ത് ഞാൻ കയ്യിലിട്ടു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. ഈ പുള്ളി ഗൾഫിലായിരുന്നു കല്യാണത്തിന് മുന്നേ കേട്ടോ. അപ്പം കല്യാണത്തിന് വരാനായപ്പോൾ പുള്ളിക്കൊരാഗ്രഹം അവിടുന്ന് തന്നെ താലിമാല വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അങ്ങനെ ആശിച്ച് അവിടുന്ന് നല്ലൊരു താലിമാലയൊക്കെ കൊണ്ടുവന്നു. അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ അത് ലോക്കറിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഏകദേശം ഫിക്സായി. തലേ ദിവസമൊക്കെ ആയപ്പം ചേട്ടൻ പറഞ്ഞു, വാ അമ്മേ നമുക്ക് പോയിട്ട് മാല എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. വാ മോനെ വാ. അങ്ങനെ അമ്മയും മോനും കൂടെ താലിമാല എടുക്കാൻ വേണ്ടി ലോക്കറിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 50,000 രൂപയും അതിൻ്റെ പലിശയും വെച്ച് കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ജ്വല്ലറിയിൽ നിന്ന് താലിമാല എടുക്കുന്നതിന് പകരം പണയ ബാങ്കിൽ പോയി താലിമാല എടുത്തോണ്ട് വന്നാണ് എന്നെ ആ മനുഷ്യൻ കെട്ടിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ അനുഭവം? അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവരൊക്കെ അങ്ങ് പോയി. വലിയൊരു പറമ്പിൽ ഞങ്ങളുടെ ഒരു 3 വീട് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാണെങ്കിൽ അച്ഛനും അമ്മയുള്ളപ്പോൾ എന്നെ സഹായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര സഹായമാന്നേ. അടുക്കളയിൽ വരുന്നു, തേങ്ങ ചിരകുന്നു, മുറ്റമടിക്കുന്നു. ഗ്യാസിൽ ഞാൻ ചോറ് വെക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട, എൻ്റെ പൊന്ന് വെക്കണ്ട, ചേട്ടൻ വെളിയിലിട്ട് വെച്ചോളാം. വെളിയിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ ചോറ് വെക്കും കേട്ടോ. ഞങ്ങളുടെ നല്ല വെളുത്ത മറ്റേ ഭിത്തിയാണ് കേട്ടോ. ചേട്ടൻ ചോറ് വെച്ച് ഭിത്തി മൊത്തം നന്നായിട്ട് അങ്ങ് കറുത്ത്. ഇപ്പോൾ ഈ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന പിള്ളേരെ വെള്ളം കുടിക്കാൻ വരും വീട്ടിൽ. അപ്പോൾ ഇവരെന്നോട് ചോദിക്കും, ചേച്ചി ഇതാണോ ഈ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞേ നിങ്ങൾ ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ അതിസന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ഞങ്ങൾ കാരണം തൊട്ടപ്പുറത്ത് വീട്ടിൽ എന്നും വഴക്കാന്നേ. ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, അവിടുത്തെ ചേട്ടൻ്റെ പേര് സജി എന്നാണ്. ഈ ചേട്ടൻ്റെ അടുത്ത് പറയും, സജിയണ്ണ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി, സജിയണ്ണ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി. പുള്ളിക്കാരൻ രാശേട്ടനെ കണ്ണെടുത്താൽ ഈ പുള്ളിക്ക് കണ്ടുവിടാം. എവിടെയെങ്കിലും രാശേട്ടൻ, എൻ്റെ കെട്ടിയവനാണ് കേട്ടോ രാശേട്ടൻ, എവിടെയെങ്കിലും രാശേട്ടൻ നിൽക്കുമ്പോൾ ഈ പുള്ളി വന്നിട്ട് പറയും, എൻ്റെ പൊന്ന് രാശി നിങ്ങളൊന്ന് പെരക്കകത്ത് കയറിപ്പോ, എന്തിനാ ഇവിടെ വന്നിരുന്ന തുണിയൊക്കെ കഴിവുന്നത്, നിങ്ങൾ അകത്തൊരു വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് കഴിവ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് എൻ്റെ ചേട്ടൻ അകത്തിരുന്ന് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ ഇട്ടിട്ട് ഞാനും ഈ സജി ചേട്ടനും പുള്ളിയുടെ വൈഫും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഈ വൈഫ് പറയാം, അണ്ണാ സജി അണ്ണ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണ, എനിക്ക് അടുത്ത ജന്മത്തിൽ നിങ്ങൾ തന്നെ മതി ഭർത്താവായിട്ട്, പക്ഷേ സ്വഭാവം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ രാശിൻ്റെ മതിയെന്ന്. ഇത് കേട്ടത് സജിയണ്ണൻ ഒരു ചവിട്ട്, ഈ ചേച്ചി കറങ്ങി തിരിഞ്ഞ് മറ്റേ തെങ്ങിൻ്റെ മൂട്ടിൽ പോയങ്ങ് വീണ്. എൻ്റെ കെട്ടിയാൻ അകത്ത് കണക്കെഴുതിക്കൊണ്ടിരുന്നില്ലേ, എടി തേങ്ങ വീണെന്നും പറഞ്ഞ് ഓടി വന്ന് ഈ പുള്ളിക്കാരത്തി പൊക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായി പുള്ളിക്കാരത്തിയാണ്. വീണ്ടും വിട്ട് 2 വട്ടം വീണ്, അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി. അങ്ങനെ ഈ പുള്ളിക്ക് ഭയങ്കര കെയറിങ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് പുള്ളിയുടെ സ്നേഹം അങ്ങ് ടോപ്പ് ഗിയറിലെത്തി. 1-ാം മാസം മുതൽ 9-ാം മാസം വരെ
പുള്ളിക്കാരനാണ് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരെയും കൂടെ വരാൻ സമ്മതിക്കത്തില്ല. പുള്ളിക്കാനെ ഡോക്ടറെ കാണണം, എല്ലാം സംസാരിക്കണം, അതുപോലെ ഫുഡ് വാങ്ങിത്തരണം. പിന്നെ ആണെങ്കിൽ ചാളയും നെത്തോലിയും മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അതാകുമ്പോൾ കുഞ്ഞിന് നല്ല കാൽസ്യം ഉണ്ടാവും. ഇതൊക്കെ തന്നെ വാങ്ങിത്തരും. അങ്ങനെ ഏകദേശം 9-ാം മാസമൊക്കെ ആയി, നമ്മുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ ആയി കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം വൈകിട്ട്, അയ്യോ ചേട്ടാ എനിക്ക് പെയിൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ചേട്ടൻ, അയ്യോ ആണോ, ശരിക്കും നിനക്ക് പെയിൻ ഉണ്ടോ, ഇപ്പം തന്നെ പോകണോ ഹോസ്പിറ്റലിൽ? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ആ ശരി, എല്ലാം പറക്കി കെട്ടിയെടുത്ത് അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരനില്ല വെരുക് ഞൊളയുന്ന കണക്ക് അവിടെ കിടന്ന് ഇങ്ങനെ ഞൊളയുവാണ്. അയ്യോ എൻ്റെ വൈഫ് അകത്താണല്ലോ, അത്ര സ്നേഹമാണല്ലോ, ഇങ്ങനെ ഞൊളഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദൈവമേ, ഇതിപ്പോൾ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ അറ്റാക്ക് വരുമോ, ആ ലെവലിലാണ് സ്നേഹം. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. നേഴ്സ് ഡോറ് തുറന്ന് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ വന്ന് പെട്ടെന്ന് എൻ്റെ കെട്ടിയവൻ ആകാംക്ഷയോടെ ഇങ്ങനെ അകത്തോട്ടിട്ടിട്ട്, സിസ്റ്ററെ ഇത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ സിസേറിയൻ ആയിരുന്നോ? സിസ്റ്റർ കൊച്ചിനെ നോക്കുന്ന പോലുമില്ല. അപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് എന്ത്? അതല്ല സിസ്റ്ററെ, നോർമൽ ആണെങ്കിൽ 20,000 അടച്ചാൽ മതിയല്ലോ, സിസേറിയൻ ആകുമ്പോൾ ഞാൻ 50,000 അടയ്ക്കണ്ടേന്ന്. അപ്പോഴാണ് ഈ ഡെലിവറിക്ക് കൊണ്ടുവരാനുള്ള വെപ്രാളം എനിക്ക് മനസ്സിലായത്. ഇന്ന് തന്നെ വന്നാൽ 3 ദിവസം പാക്കേജ്, 3 ദിവസത്തേക്ക് 20,000, അത് കഴിഞ്ഞാൽ കൂടും. അപ്പോൾ നിങ്ങൾ ഈ നോർമൽ ഡെലിവറി, ഈ സിസേറിയൻ അല്ലേ കേട്ടിട്ടുള്ളൂ. എൻ്റെ ഡെലിവറി എന്തായിരുന്നെന്ന് അറിയാവോ? നിർബന്ധിത പ്രസവം, അതായിരുന്നു എൻ്റെത്. അങ്ങനെ 3ാമതൊരെണ്ണം എൻ്റെ കെട്ടിയോ കണ്ടെത്തി. എൻ്റെ ചേച്ചിമാരെ അന്നാണ് മനസ്സിലായത് ഇവരൊന്നും ശരിയല്ല, എല്ലാം ഒരേപോലെയാണെന്ന്. ഞാൻ 1 വർഷം ബാക്കിലേക്ക് ചിന്തിച്ചു. ഈ പുള്ളി എൻ്റെ നിശ്ചയം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ വരുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ കൂടെ വരുന്നു, സ്വർണ്ണം എടുക്കാൻ കൂടെ വരുന്നു, എല്ലാത്തിനും കൂടെ വരുന്നു, ഭയങ്കര സ്നേഹം. ഞാൻ അത് വീണ്ടും ഒന്ന് ആലോചിച്ചു. അന്ന് രാത്രി, ഫസ്റ്റ് നൈറ്റിൻ്റെ രാത്രി ഭയങ്കര ഫോൺ കോള്. സംഭവം എന്തുവായിരുന്നു, ഇവിടുന്ന് എല്ലാം പുള്ളിക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഞാൻ തകർന്ന്. കുറ്റം പറയേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറയിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചേച്ചിമാർക്ക് സന്തോഷമായില്ലേ? ആദ്യം നിങ്ങൾ സന്തോഷിച്ചില്ലേ, ഇപ്പം അവർക്ക് സന്തോഷമായി. അങ്ങനെ എല്ലായിടത്തുനിന്നും കമ്മീഷൻ മേടിക്കലായിരുന്നു. പിന്നെ ഈ ചാള നെത്തോലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പോഷകത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു. ചന്തയിൽ ചെല്ലുമ്പോൾ 50 രൂപയ്ക്ക് ഈ 2 മീനല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല, 10 കൊല്ലം കഴിഞ്ഞ്. പക്ഷേ ഈ പുള്ളി കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. 10 കൊല്ലമായി, ഇന്ന് വരെ ഗൾഫിൽ തിരിച്ചു പോയില്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നോടുള്ള സംശയം കൊണ്ടാണ് ഇങ്ങനെ പോവാഞ്ഞെന്ന്. അങ്ങനെ എൻ്റെ 2ാമത്തെ ഡെലിവറി ആയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ സ്വഭാവം ഒരുവിധം എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. എനിക്ക് തന്നെ അറിയാം പെയിൻ വന്നാലേ ഹോസ്പിറ്റലിൽ പോകത്തോളെന്ന്. പെയിൻ വന്നു, ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞേ, രാജേഷ് എന്തായാലും രാത്രി കേട്ടോ, ഒരു 9:30 സമയമൊക്കെ, രാജേഷ് ഇതിപ്പോൾ എന്തായാലും രാവിലെ ആവും തോന്നുന്നു കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ശരിയാന്നാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയി കിടന്നു. ഏകദേശം ഒരു 9:45 പെയിൻ തുടങ്ങി. 10 മണിയായിട്ട് പ്രസവിച്ചു. നേഴ്സ് എന്ന് വിളിച്ചു. കുഞ്ഞ് പെണ്ണാണ്, അത് പറയാൻ വേണ്ടി വിളിക്കുവാണ്. ചേട്ടൻ ഡോറ് തുറന്നിട്ട്, രാജേഷ്, അതിനുമുമ്പ് ചേട്ടൻ ഇങ്ങോട്ട്, ആ ഡോക്ടറെ നേരം വെളുത്തായിരുന്നോ? സ്വന്തം പെണ്ണുമ്പിള്ള പെറാൻ കിടന്നാലും വയറ് നിറഞ്ഞ ഇങ്ങനെ വാഴക്കുഴിയാണെങ്കിലും ഉറങ്ങും. അങ്ങനെ എന്തായാലും കുഞ്ഞ് ജനിച്ചപ്പം പക്ഷെ ചേട്ടൻ അവിടെ ദാരിദ്ര്യമൊന്നും കാണിച്ചില്ല, പൊന്നരഞ്ഞാണം തന്നെ കെട്ടി. ഞാൻ ഈ പൊന്നരഞ്ഞാണത്തിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എവിടെയോ കണ്ടു പരിചയം. പിന്നല്ലേ കാര്യം മനസ്സിലായത്, എൻ്റെ വീട്ടുകാർ കല്യാണത്തിന് ഇങ്ങേർക്ക് കഴുത്തിലിട്ട് കൊടുത്ത മാല എടുത്ത് കുഞ്ഞിന് അരഞ്ഞാണമാക്കി. പിന്നെ ചേട്ടൻ്റെ കഴുത്തും കുഞ്ഞിൻ്റെ ചന്തിയും ഒരേ അളവായതുകൊണ്ട് 5-6 മാസം അത് അങ്ങനെ അങ്ങ് ഓടി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പുള്ളിക്കാരൻ എൻ്റെ കൺകണ്ട ദൈവമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഈ സ്ക്രിപ്റ്റിലെ ഈ 3 സെൻറ്റൻസ് അങ്ങേരെ എഴുതി തന്നു വിട്ടതാണ്, ഇവിടെ പറയണമെന്ന് പറഞ്ഞ്. സാധാരണ ഭാര്യമാർ വന്നിട്ട് ലാസ്റ്റ് ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നത് പോലെ ആ ക്ലീഷേ ഡയലോഗ് പറയുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ആ മുതലിനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെയും ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്തൊരു നല്ലൊരു കൈയടി കൊടുക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമാകുന്നു. അതെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പുള്ളിക്കാരനിൽ കണ്ടിട്ടുണ്ടോ? മാറ്റം, പുള്ളിക്കാരൻ നല്ല മാറ്റങ്ങൾ. ഭയങ്കര പഴഞ്ചനായിരുന്നു, ഞാൻ കുറച്ച് മോഡേൺ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കലാപരമായിട്ട് മോഡേൺ ആക്കി എടുത്തു എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ, എങ്ങനെയാ? മറ്റേ കൊളസ്ട്രാം പാൻറ് ഇട്ട് നടന്ന മനുഷ്യൻ ഇപ്പം ജീൻസും പാൻറ് ഇട്ട് നടക്കും. പിന്നെ സ്റ്റൈലാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ കലാപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. പുള്ളി റീൽസ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്ന ഇൻസ്പയർ ചെയ്ത് വിടുന്നത്, ഇതൊക്കെ പുള്ളിയാണ്. ഇനി പെർഫോമൻസിനെ പറ്റി രമേശ് ഏട്ടാ. ഇന്ദുവിന്റെ പതിവ് പരിപാടികളൊക്കെ തന്നെ പതിവ് പോലെ, അത് ഒരു കൂടുതലുമില്ല കുറവുമില്ല. ഇന്ദു അതേ അളവില്, ഭർത്താവ് മാറി, ഇന്ദുവും വീട്ടിൽ മാറി. ഇനി ഇവിടെ ഇന്ദുവിന് മാറി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇന്ദുവിനെ നമുക്ക് കറക്റ്റ് മനസ്സിലായി, ഇന്ദുവിന്റെ ഒരു കറക്റ്റ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നതോറും കൂടുതൽ മെച്ചപ്പെട്ട ഇനങ്ങൾ വരും. ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാവുന്ന ആളുകളാണ്. ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, ആള് കാണുമ്പോൾ സഹായിക്കുക, അല്ലാത്തതും
ആളില്ലാത്തപ്പം ഭാര്യയെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. വേറെ ആരെങ്കിലും കണ്ടു നിൽക്കുമ്പം അങ്ങനെ ചെയ്യൊന്നുമില്ല. അല്ലെങ്കിൽ സഹായിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ അങ്ങനെയല്ല. ഞാൻ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ആൾക്കാർ കാണുന്നില്ലെങ്കിലും സഹായിക്കാറില്ല. ഇന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് യു ആർ എ വെരി കോൺഫിഡൻറ്റ് പ്രസൻറ്റർ. അത് ത്രൂ ഔട്ട് ഇന്ദുവിനെ കാണുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ദു അതേ ലെവലിൽ തന്നെയാണ് ഇന്ദുവിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഉള്ളത്. അത് ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റിൽ ഇന്ദുവിന് വളരെയധികം ഇന്ദു തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥ എന്നുള്ളത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് അത്. പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ്, അതിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നമ്മൾ പറയുമ്പോഴുള്ള കോൺഫിഡൻസ് അത് എന്നും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ പിഷു സൂചിപ്പിച്ചതുപോലെ നമ്മളിതൊരു മത്സരത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോ കുറച്ചുകൂടി ഫൺസ് അപ്പോൺ എ ടൈം അല്ലേ, കുറച്ചും കൂടി ഫൺ എലമെന്റ്സ്. ഇപ്പം നമ്മൾ പറയുന്നതിൽ രസമില്ലാന്നോ അങ്ങനെയൊന്നുമല്ല, നമ്മളെ കുറച്ചും കൂടിയും കൂടുതൽ അല്ലെങ്കിൽ പ്രേക്ഷകരെ കുറച്ചും കൂടിയും കൂടുതൽ കൊടുകൂടാ ചിരിപ്പിക്കാൻ പറ്റുന്ന എലമെന്റ്സിലേക്ക് ഇന്ദു കടക്കേണ്ടുന്ന സമയമായി എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞത് ഇവിടെ വന്ന എല്ലാവരും സുഖിപ്പിക്കുന്ന പോലെ ഞാൻ സുഖിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പൊ ആദ്യം പറഞ്ഞത് ഇതും നല്ല കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ ഈ സ്ക്രിപ്റ്റില് ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടിയും ഭംഗിയാക്കി ഹെൽപ്പ് എടുക്കാമല്ലോ. നമ്മുടെ ഗ്രൂമേഴ്സൊക്കെ ധാരാളം ഉണ്ട്, അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ കൂട്ടിയിട്ട് ഇന്ദു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടിപൊളിയായിരുന്നു. നല്ല നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു. കേട്ടിരിക്കാൻ നല്ല സരസമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. പിന്നെ ഇന്ദു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രണ്ടാമത്തെ പേരായപ്പോഴേക്കാണ് കെട്ടിയോൻ്റെ സ്വഭാവം മനസ്സിലായെന്ന് പറഞ്ഞില്ലേ. നീ ഭാഗ്യവതിയാ. 30 വർഷമായിട്ട് പോലും ഈ ബീരാനിക്കയുടെ സ്വഭാവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പിഷു. കാരണം ഇപ്പം പുള്ളി രാത്രി കിടന്ന ഉറക്കമില്ല. അതായത് കിടക്കും, ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കും, പിന്നെ കുറച്ചു നേരം കിടക്കും, പിന്നെയും ചാടി എഴുന്നേക്കും. ഇങ്ങനെ ഒരു 10-12 പ്രാവശ്യമെങ്കിലും ചാടി എഴുന്നേക്കും പുള്ളി. എന്താ അയാളൊന്നുമില്ല, ബീരാനിക്ക മാത്രം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉറക്കം പ്രശ്നമുള്ളവർക്ക് ഒന്നുകിൽ ഈ നല്ല മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനത്തെ കുടി വല്ലതും ഉണ്ടോ ബീരാനിക്കയ്ക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറെ കണ്ടേ പിന്നെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അല്ല, കള്ളു കുടിക്കുന്നതിന് കണ്ടോ? അല്ലല്ല, ഒരു ഡോക്ടറെ കണ്ട് ഈ കാര്യം പറഞ്ഞു, ഈ ഉറക്കമില്ലായ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടറെ കണ്ട ഞാൻ അയാളുടെ ചെവിക്കുറ്റിക്ക് അടിക്കും. ഞാൻ ആ ഡോക്ടർ പറഞ്ഞു കിടക്കണേന് മുമ്പ് പുള്ളി കഴിക്കൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കിടക്കണേന് മുമ്പ് ഒരു വെഗ് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി കിടക്കും, എഴുന്നേക്കും, എന്നിട്ട് ഒരു വെഗ് കഴിക്കും, പിന്നെ കിടക്കും, എഴുന്നേക്കും, ഒരു വെഗ് കഴിക്കും. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു 12 വെഗ് പുള്ളി കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും അതുപോലെയുള്ള അസുഖമൊന്നും ഇല്ലല്ലോ പുള്ളിക്കാരന്. ഇല്ല. അപ്പൊ മോള് ഭാഗ്യവതിയാണ്. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു, നന്നായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പൊതു അഭിപ്രായം എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോൾ പറഞ്ഞതുപോലെ ചെറിയ മാറ്റങ്ങൾ അല്ലെ കുറച്ചൊന്ന് പോളിഷ് ചെയ്തിട്ട് അല്ലെ എത്തുന്നുള്ളതാണ്. അപ്പോൾ എനിവേ നല്ലൊരു കൈയടി കൂടി കൊടുക്കാം. എന്തോ ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. മാർക്സ് അറിയാം. until then good luck. അടുത്ത പെർഫോമൻസിനായി എത്തുന്നു സുശീല KP. എൻ്റെ പേര് സുശീല, ചങ്ങരംകുളം മൂക്കുതലയിൽ നിന്ന് വരുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഒരു പിശുക്കനായ ഒരു അമ്മാമനുണ്ട് കേട്ടോ. അവർക്ക് 4-5 പശുക്കളുണ്ട്. മൂപ്പര് പശുവിനെ കറക്കലാണ് മൂപ്പരുടെ ജോലി കേട്ടോ. എങ്ങനെ പശുവിനെ കറക്കുന്നത് നിനക്കൊന്ന് കാണണ്ടേ? പശു കരയണ വരെ മൂപ്പര് കറക്കും. പിന്നെ മൂപ്പര് നാട്ടിൽ അറിയപ്പെടുന്നൊരു ഹെന്നാണ് കേട്ടോ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്താണെന്നറിയോ? കോഴി. നാട്ടിലെവിടെ തൊഴിലുറപ്പുകാരുണ്ട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി മൂപ്പരെ പകൽ അന്ത്യോളം നടക്കും. അന്ത്യ ആയാലോ 2 പെഗടിച്ച് 4 കാലിൻ്റെ മുകളിൽ വീലായിട്ടാ മൂപ്പര് കുടുംബത്തേക്ക് ചെല്ലുക. മൂപ്പര് അടിക്കുന്ന ബ്രാൻഡ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? വില്ലങ്കണി, ചിരട്ടക്കൊത്തി, ആനമയേകി, വേലിമ്പത്തല്ലി, മണവാട്ടി. ഈ മണവാട്ടി അടിച്ചാൽ യശോദമ്മയ്ക്ക് നല്ല സുഖ. കാരണം നാണം കുടുങ്ങിയിട്ടാണേ
മൂപ്പര് വീട്ടിലേക്ക് ചെല്ല. നല്ല സ്വഭാവട്ടോ, എൻ്റെ ആള് നല്ല. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ പറഞ്ഞിട്ടോ. പക്ഷെ അമ്മായി വിട്ടുകൊടുത്തില്ല. അമ്മായിക്ക് സ്നേഹം എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെന്നു കൊണ്ടുപോകൂ, ഇന്നെനി കൊണ്ടുപോകാൻ പറഞ്ഞോട്ടാ. മൂപ്പരേ കള്ളു കുടിച്ചിട്ടാണ് പറയണത്. അപ്പൊ ബാക്കിയുള്ളത് കിട്ടണില്ല. അതുകൊണ്ടാട്ടോ അമ്മാവന് ബാക്കി അങ്ങോട്ട് അങ്ങനെ പറയണേ. കിട്ടണ്ടേ? അമ്മാവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ വില്ലങ്കണി അടിച്ച മൂപ്പരുടെ ഒരു വരവുണ്ട്. കളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിലടമന്ന, എള്ളോളം വെള്ളേ ചെന്ന് ഭൂലോകം തകൃതകൃതൈ. വാതില് യശോദമായി 5 മിനിറ്റ് തോർക്കാൻ താമസിച്ചാൽ മതി. മുടി കുത്തുകിട്ട് കുത്തിപ്പിടിച്ചിട്ടേ ഇടിക്കുക. അയ്യോ, ഈ പണ്ടാരക്കാലം സ്വത്ത് കെട്ടി പോണില്ലല്ലോ ഭഗവാനേ. യശോദമായി ഭാവം കരഞ്ഞു ഓടി. മൂപ്പര് എങ്ങനെയാണെന്നറിയോ? ബാത്റൂമിലൊന്നും കുളിക്കില്ല കേട്ടോ. മൂപ്പര് കൊട്ടൻ ചുക്കാരി തൈലൊക്കെ പരറ്റി വെള്ളം കോരി കിണറ്റും പടിക്കയിൽ നിന്നിട്ട് എന്നെ കുളിക്കാൻ. എന്താണെന്നറിയോ? 4 ആളെ കാണിച്ചിട്ടേ മൂപ്പര് കുളിക്കുള്ളൂ. മൂപ്പര് ഒരു ദിവസം വെള്ളം കോരി കുളിക്കാണ് കേട്ടോ. കുളിക്കുമ്പോ ബക്കറ്റും കയറൊക്കെ കൂടിയിട്ട് കിണറ്റിലിക്കാൻ പോയി. ഇതിങ്ങോട്ട് എത്തിപ്പിടിക്കാൻ പോയപ്പോ ആടക്കണു മൂപ്പര് കിണറ്റില് കാല് തെറ്റിയിട്ടാ വീണു. വീണില്ലേ, ആകെ ഒരു ലങ്കോട്ടി ഉണ്ടാർന്ന അഴിഞ്ഞുപോയി. പിന്നെ മത്സ്യങ്ങളാ കിണറ്റിൽ മുഴുമട്ടാ. ആ കൊട്ടൻ ചുക്കാതി പരത്തിയ കാരണം മത്സ്യങ്ങളിൽ നിന്നിട്ട് അമ്മാവൻ രക്ഷപ്പെട്ടു. അമ്മായി ഓടി വന്നു. കരച്ചിലും പിടിച്ചിലൊക്കെ ഈ നാട്ടുകാരൊക്കെ ഓടിക്കൂടി എന്നിട്ട് എത്തിച്ചോക്കിയപ്പോഴെല്ലാം അറിയണത് കിണറ്റിന്റെ ഉള്ളിലേ ഉപ്പില് വീണ വലിയ മാതിരി കിടക്കണു ആള്. ഒരു വിധത്തില് മൂപ്പര വലിച്ചു കയറ്റി കരക്കിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കാൻ. എന്താ കുംഭമേളയ്ക്ക് സന്യാസിമാര് വരുന്ന മാതിരിയാ മൂപ്പരെ കൊണ്ടുവന്നത്. ഇറങ്ങി പുറത്തേക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ദിവസം ഒന്നും മൂപ്പരെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം മൂപ്പർക്കേ ചൊട്ടയിലെ ശീലം ചോടല വരെ എന്നല്ലേ. മൂപ്പരെന്ത് ചെയ്തു? ആരോ പറഞ്ഞു അടുത്തുള്ള കാന തെളിയിക്കാൻ തൊഴിലുറപ്പുകാർ വരുന്നുണ്ടെന്ന്. അപ്പൊ പോയി ഓടി. മൂപ്പർക്ക് ഇടകൾക്കല്ലേ, കോഴിയല്ലേ. പോയി ഒരു അവിടെ ചെന്ന ഒരു വണ്ണരുത്തീനെ കണ്ടിട്ട് എടുത്ത ഒരു കരിങ്കല്ല് ചീള് ഒരൊറ്റ പീക്ക് ഓടി. കുറച്ച് നേരം 2 മണിക്കൂറൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇവരെ കൊണ്ട് ഒരു പിന്നെയും ഇങ്ങനെ വന്നു. ഇവരെ കയ്യിലെടുക്കണല്ലോ തൊഴിലുറപ്പുകാരനെ. കയ്യിലെടുത്താലേ ഒരു ഉള്ളൂ. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? മരത്തിന്റെ മറവിലൊക്കെ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ നിന്ന് നമ്മുടെ ഗോഡ് ഫാദറിലെ ആ NN പിള്ളല്ലേ അദ്ദേഹത്തിന്റെ സൗണ്ട് മൂപ്പർക്ക് കുറേശ്ശെ മിമിക്രിക്കും അറിയേ. അപ്പൊ സൗണ്ട് ഉണ്ടാക്കി. എന്താ വെച്ചാൽ അവരെ കയ്യിലെടുക്കണ്ടേ. എനിക്ക് അവളോടുള്ള വൈരാഗ്യം കൊണ്ടാ തൊപ്പിയേ. അത് നീന്തലട തൊപ്പിയേ. മുതലോളിന്റെ വായയില് തൊപ്പിയിട്ട് അതിന് കോളാമ്പി മാതിരി വായ തുറന്ന് പിടിച്ചിട്ട് തൊപ്പിയേ. എടാ എണീച്ച് മാറിയിരിക്കടാ. എടാ കുണ്ടിട്ട് നിരകഥ എണീച്ച് മാറിയിരിക്കടാ ഒക്കെ കഴിഞ്ഞു. അപ്പൊ സ്ത്രീകൾ അവിടെ ഇങ്ങനെ നോക്കണുണ്ട്. ഹൈ എന്റെ കയ്യിലെടുക്കണ്ടേ. ശരിയല്ല, അവരൊന്ന് അടുത്തേക്ക് ഇങ്ങോട്ട് വരണേ. മെല്ലെ താപ്പ് നോക്കി അടുത്തതൊന്ന് പ്രയോഗിക്കാം. നമ്മുടെ ശശി കല്ലിങ്കലെ എൻ്റെ എടുക്കാൻ നോക്കി. 1-2 കൊള്ളാം. ഇന്നല്ലേ മുമ്പത്തില് ദീപ്തിയുടെ പുസ്തകം. കൊച്ചിൻ്റെ അച്ഛൻ രമേശാണോ സുരേഷാണോ എന്ന് ഇന്നറിയാം. ഇത് കുറച്ച് വരാനാ. കുടുംബിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതും കൂടി കേട്ടപ്പോ തൊഴിലുറപ്പാരും ആയിരക്കട വലിച്ചെറിഞ്ഞു. ഇവരുടെ അടുത്തേക്ക് വരികയല്ലേ, മിമിക്രി അല്ലേ കേൾക്കണ്. ഓടി വന്നു. അതേ നിങ്ങക്ക് മിമിക്രി അറിയോ? ഒറ്ററിയാം. അപ്പൊ ആ സ്ത്രീകളൊക്കെ വന്ന വട്ടം കൂടി വലിയ സന്തോഷമായിട്ടാ. ഒരു കാര്യം ചെയ്യുന്നേ, ആ വെള്ളാപ്പള്ളി നടേശ സാറിനെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരണേ. ആ ഞാൻ കേൾപ്പിച്ചാരല്ലോ. എന്താ
സന്തോഷമായി. 4 ആൾക്ക് വട്ടം കൂടിയിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞ മാതിരി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് ഏത് ജാതിയാണ്? ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായി ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. അപ്പൊ തീരുമാനിക്കാം അത് ഏതാ. ഇതും കൂടി കേട്ടപ്പോ സാവിത്രിക്ക് ഇന്നൊരു ഭയങ്കര ഒരു ഇഷ്ടം നമ്മുടെ അമ്മാമനോട്. സാവിത്രി ചോദിച്ചേ, നാളെയും വരുമോ? പിന്നെ ഞാൻ വരാതെ, ഞാൻ നേരത്തെ എത്തണ്ട്. തൊഴിലുറപ്പുകാർ വന്നു. പിറ്റേ ദിവസം അമ്മാമനെത്തി. അമ്മാമന്റെ കയ്യിലിതാ ഒരു ലെറ്റർ ചുരുട്ടി പിടിച്ച് കൊണ്ടുവന്നിട്ടാ. വേഗം അങ്ങോട്ട് കൊടുത്തു സാവിത്രിക്ക്. സാവിത്രി തുറന്നു നോക്കി. കരളിന്റെ കരളായ ലിവറേ, നെയ്യില്ലാത്ത ജീവിതം, ഉപ്പില്ലാത്ത കഞ്ഞി മാതിരിയാണ്. സാവിത്രിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. സാവിത്രി പിറ്റേ ദിവസം ഒരു ലെറ്ററായിട്ട് ഇങ്ങോട്ട്. അങ്ങനെ ലെറ്റർ കൈമാറി പാർക്കലും ബീച്ചിലും ഹോട്ടലിലൊക്കെ പോയി. എന്തിനാ പറയണത്, നമ്മുടെ യശോദമ്മായി കടുകും പാത്രത്തിൽ വെച്ചിരുന്നു പൈസ. ഈ കള്ളോടി എന്തെടുത്ത് കൊണ്ടുപോയാൽ ശരിയാവുമോ? അരിപാത്രത്തിൽ കുറച്ച് പൈസ എടുത്ത് വെച്ചിരുന്നു. അമ്മാവനെ കാണാതെയാണ് ഇപ്പൊ ഇത് വയ്ക്കണതേ. അങ്ങനെ ഈ പൈസ മൊത്തം അടിച്ചു മാറ്റി സാവിത്രിക്ക് ചുരിദാറും മേടിച്ചു കൊടുത്തുന്നേ. ഒരു ദിവസം സാവിത്രിയുടെ ബർത്ത്ഡേ ഒക്കെ. അപ്പോ സാവിത്രി ചോദിച്ചു, ചേട്ടാ എല്ലാവരും പറയണേക്കാം ഈ മെഴുകുതിരി വെട്ടത്തില് കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? എനിക്കതൊന്നും മുറിക്കണം എന്നുണ്ട്. ചേട്ടൻ ഒന്ന് വരൂ ഹോട്ടലിലേക്ക്, നമുക്ക് അങ്ങനെ ബർത്ത്ഡേയുടെ ഒന്ന് അത് ചെയ്താലോ? ഓ ആനോക്കെ. എന്തിന്? ആകെ ഒരു ഓട്ടൂറിലേ അമ്മായിക്കുണ്ടായിരുന്നുള്ളൂ, അത് പണയാൻ വെച്ചു. പണയം വെച്ചിട്ട് ആ കാശും കൊണ്ടാണ് കേക്കും മേടിച്ച് ഹോട്ടലിലേക്കും പോയത്. അവിടെ ഇരുന്നു. അങ്ങനെ ഹോട്ടലിൽ കേക്ക് മുറിക്കാനൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? എന്ത് ചെയ്തെന്നറിയാം. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാം. സാവിത്രി നീക്ക് പറഞ്ഞു എന്താ ഓർഡർ ചെയ്തോ? എന്തേ ആകെ ഓട്ടൂറിൽ പണയം വെച്ചാൽ അതിന്റെ ബാക്കി പൈസ ഉള്ളൂ. എന്താ ഓർഡർ ചെയ്തോ? അല്ല ചേട്ടൻ പറയും. അല്ല നീ എന്നെ പറഞ്ഞോ? അല്ല ചേട്ടൻ എന്നെ പറഞ്ഞു. ഞാൻ പറയാം എന്നാ. സാവിത്രിയെ, നിനക്ക് ബീഫ് വേണോ? പോത്തേ? ഈ പോത്തേന്ന് വിളി 4 ആള് കേട്ടില്ലേ? അതാണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ആകെ മാനക്കേടായി. സാവിത്രി അറിഞ്ഞോടി. ഇങ്ങടെ ആ മെഴുകുതിരിയും ഒക്കെ തട്ടിപ്പരത്തി 34 പോയി. പിന്നെ 34 ആ വഴിക്ക് കണ്ടില്ല. 34 എന്ത് ചെയ്തു? അവസാനം അമ്മാമ്മ വീട്ടിലേക്ക് എന്തിന് 2 എണ്ണത്തിന് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതേതാണെന്നറിയോ? ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എരന്ന് മേടിച്ചത്. ആ 1 ഇങ്ങോട്ട് തന്നാൽ മതി പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഒരു അണ്ടർവയർ, അതുമായിട്ട് കുടുംബത്തേക്കാ പോയി. കുടുംബത്ത് ചെന്ന് നോക്കുമ്പോഴല്ലേ അമ്മായി വാതിൽ പൊട്ടിയടച്ചു. ആരും കേട്ടില്ല. ഒരു പൈസ ഇല്ലേ. പിന്നെ എന്താ എല്ലാതും ഒക്കെ പോയി. പിന്നെ എന്തിനാ ഈ ഒരു പിണ്ടി മാതിരി ഒരു സാധനത്തിന്? വേണ്ട, അടച്ചു. നേരെ പോയി. അപ്പൊ സാവിത്രി തരാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. എവിടെ കിട്ടാനാ? നമ്മുടെ ക്ലോസറ്റിൽ വീണ സോപ്പും തേച്ചിട്ട് പോയ പെണ്ണിന് എവിടെ കിട്ടാനാന്നേ? കിട്ടുവോ? കിട്ടില്ല. അപ്പൊ അങ്ങനെ അമ്മാമൻ ഇപ്പൊ എവിടെ കെടുത്തെന്നറിയോ? ബസ് സ്റ്റാൻഡിലെ തിണ്ണയില്. ഞാൻ ഈ പറഞ്ഞുതരാട്ടെ മക്കളെ, ഒരു കോഴിക്കും ഈ വിധി ഉണ്ടാവരുതേ. കുടുംബത്തിലുള്ളവരെ നോക്കാതെ ഉള്ളതൊക്കെ പണയം വെച്ചുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുത്തതാണ് വിധി. മനസ്സിലാക്കിക്കോളി മക്കളെ. ഒരു കോഴിയും ഈ വകത്തിക്കാരത്തിന് പോവാതിരിക്കുക. നന്ദി, നമസ്കാരം. സുശീല KP ചേച്ചി, നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. വന്നപ്പോ ഒരു കാര്യം പറയാൻ എനിക്ക് വിട്ടു. ഐ എം റിയലി സോറി. സാരി നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. പെർഫോമൻസ് അതിൽ തന്നെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ചോദിക്കാം രമേശ് ചേട്ടാ. ചില കല്യാണത്തിന്റെ ഒക്കെ തലേന്ന് ഒരു 3 വർഷത്തിന് ശേഷം ഒരു ഹൈദരാബാദിലുള്ള ഒരു അമ്മായിയും വേറൊരു ഗൾഫിലുള്ള അമ്മായിയൊക്കെ കൂടെ വന്നിരുന്ന ശേഷം ഇരുന്നങ്ങ് കുറ്റവും പരദൂഷണവും പറയുമല്ലോ. ഇത് സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലായിരുന്നു. വേറൊരു ഇനാണ്. അത് പറഞ്ഞ എന്താ ചെയ്യാ, അത് കൊടുത്തു കിട്ടി എന്നൊക്കെ പറഞ്ഞ ഏതോ ഒരു അമ്മാവന്റെ കുറ്റം നേരം. അതിനിടെ കുറച്ച് മിമിക്രി, 3-4 ശശികലിംഗ, വെള്ളാപ്പള്ളി നടേശൻ, കുറച്ച് ശബ്ദങ്ങൾ, അറിയാവുന്ന ഇനങ്ങൾ. അത് അവസാനം കൊണ്ടുവന്നത് ചാക്യാർ കുത്തി കൊണ്ടുവന്ന് കെട്ടി. അങ്ങനെ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ എനിക്ക് വർത്തമാനം കേട്ടപ്പോൾ നമ്മുടെ പരിപാടിയുടെ പ്രൊഡ്യൂസർ ഹരിപി നായരുടെ അമ്മയുണ്ട്.
അരിപ്പിതാരുടെ അമ്മയോട് വർത്താനം പറഞ്ഞ ഇതുപോലെ ഇരിക്കും. അതുപോലത്തെ ഒരു വർത്താനമൊക്കെ തോന്നി. വളരെ രസമുള്ള അവതരണമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സുശീല ചേച്ചി നല്ല രസമുള്ള അവതരണമായിരുന്നു. ആ ഒരു ഒഴുക്കുണ്ടല്ലോ, പറയണയിലുള്ള ഒഴുക്ക് വളരെ ഫാസ്റ്റ് ഒന്നുമല്ല. ചേച്ചി സമയമെടുത്ത് അതിൽ ഉറച്ച് നിന്ന് വേണേ കണ്ടാ മതി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ആസ്വദിച്ചോ. എനിക്ക് ഇതൊക്കെ സൗകര്യമുള്ളൂ. ഒക്കെ പറയും. അമ്മാവനെ പറ്റി എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ചേച്ചിയാണോ ഇതിന്റെ സ്ക്രിപ്റ്റ്, അതോ അങ്ങനെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നോ ചേച്ചി? ഞാൻ സ്വന്തമായി എഴുതിയതാണ്. ഒരു അമ്മാവൻ അങ്ങനത്തത് ഇല്ല എന്നെ. അപ്പൊ ചേച്ചിക്ക് ഈ കോഴികളോട് എന്തോ വിരോധം ഉണ്ടല്ലോ കാര്യമായിട്ട്. ഇത്രയും ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് ഏതോ ഒരു കോഴി വീട്ടിലെ ഉരുളി വിറ്റ് ആർക്കോ ചുരിദാർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, മക്കള് സ്ഥലത്തില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബിസിനസ് ആണ്. ആണോ? ഉരുളി ഉണ്ടായിരുന്നോ വീട്ടില്? വീട്ടിലുണ്ട്. പുതിയത് മേടിച്ചോ? അപ്പം പുതിയത് മേടിച്ചോ? പഴയ തന്നെയാ. ഇപ്പോഴും ഈ ഓട്ടൂരിലൊക്കെ പണയം വെച്ച ഇപ്പോഴും കാശൊക്കെ കിട്ടോ? ഓട്ടുരുളി പണയം വെക്കാൻ ആര് പണയത്തിൽ എടുക്കാൻ? പിന്നെ ഓട്ടുരുളി കൊണ്ട് പണയം വെക്കാൻ എവിടെ പണയത്തിൽ എടുക്കുന്നത്? വിറ്റാ തൂക്കുവല കിട്ടും. അതാ ഞാൻ ഉരുളി വീട്ടിലുണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ നല്ല രസകരമായിട്ട് ഇനിയും പെർഫോം ചെയ്യാൻ ഇവിടെ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ രചന ഒരു കാര്യം. അപ്പോ ആ ട്രൂപ്പിലെ ഒരു നാടകമാണ്. ആ നാടകത്തിലെ ഹീറോ, നാടകത്തിലെ മെയിൻ വേഷം ചെയ്യുന്ന ആള് മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ നാടകത്തിലെ ഹീറോയിൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാടകത്തിന്റെ ഒരു പ്രത്യേക സീനില് ചേട്ടന് മിമിക്രി അറിയാം എന്നൊക്കെ. ആണോ മകൻ മിമിക്രി പറയുവോ, എന്നാലൊന്ന് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 4 ശബ്ദം ആ കഥയ്ക്കുള്ളിൽ പെടുത്തിക്കൊണ്ട് ഏതോ ഒരു സിറ്റുവേഷൻ പറയുകയും അതിന് അത്യാവശ്യം നല്ല കൈയടി കിട്ടാറുമുണ്ട് ആ നാടകം അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം. പക്ഷേ ഒരിടത്ത് ഈ നാടകം കഴിഞ്ഞ് മിമിക്സ് പരേഡ് ഉണ്ട്, ഞങ്ങളുടെ മിമിക്സ് പരേഡ് ഉണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാ മിമിക്രിക്കാരും അവിടെ എത്തുകയും മിമിക്രിക്കാർ 2 സ്റ്റേജിന്റെ സൈഡിൽ 4 പേര് ആ സൈഡിലും 4 പേര് ഈ സൈഡിലും മിമിക്രിക്കാർ ഇന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്ന കാരണം ഹീറോയ്ക്ക് ഇത് ചെയ്യാനൊരു മടിയായി. അപ്പൊ പുള്ളി മനസ്സിൽ ഇത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇത് നടിക്കറിയാൻ പാടില്ലോ. നടി പെട്ടെന്ന് കയറിയിട്ട് ചേട്ടൻ മിമിക്രി കാണിക്കേട്ടാ. ഞാൻ പുള്ളി ഇല്ല, ഇന്ന് എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ. നടി ജന്മം ചെയ്താൽ സമ്മതിക്കല്ലേ, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. 3-4 പ്രാവശ്യം ഒരേ ഡയലോഗ് ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നിർത്തിച്ചത്. സുശീല ചേച്ചി ഗംഭീരമായി. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞറിയാം. ഗുഡ് ലക്ക്. ഇന്ദു ആൻഡ് സുശീല KP മാർക്സ് അറിയാം. രമേശ് ചേട്ടാ 50 രണ്ടുപേർക്കും മാർക്ക്. 50 ഇന്ദുവിന് 45, സുശീല KP 44. എന്റെ വക ഇന്ദുവിന് 46, സുശീല ചേച്ചിക്ക് 45. അപ്പോൾ ഇന്ദു is getting 91 out of 100. വെരി ഗുഡ്. സോ ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് ലഭിക്കുന്നു 89 out of 100. സോ ഈ മത്സരം കഴിയുമ്പോൾ ബെസ്റ്റ് പെർഫോമർ is ഇന്ദു. കൺഗ്രാറ്റുലേഷൻസ്. Once Upon a Time Season 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷോ ആണ്. ഈ ഷോയിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്ന സ്ത്രീരത്നങ്ങൾ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യൂ. ഒപ്പം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കും ഡീറ്റെയിൽസ് അയക്കൂ. അങ്ങനെ ഇതോടുകൂടി Once Upon a Time സീസൺ 4 മറ്റൊരു രസകരമായ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. ബൈ.